അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇൻഷാ അല്ലാ ഇന്ന് ഇസ്ലാമിക് പാഠാവലിയിൽ നിന്നും അത്തൊഹാറത്തു എന്ന പാഠഭാഗമാണ് പറയാൻ പോകുന്നത്. ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ഓക്കെ. അതൊക്കെ ഇനി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ശുദ്ധി വേണം. ഈമാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഇനി എല്ലാത്തിനും ഉപരി നമുക്ക് ഏതൊരു മനുഷ്യനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശുദ്ധി വേണം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. നമ്മുടെ ക്ലാസ്സിൽ സാധാരണ പോലെ ക്ലാസ്സിലിരുന്ന് ക്ലാസ് ഇങ്ങനെ കേൾക്കുന്ന സമയത്തുണ്ട് ഒരാൾ പുറത്തു പോയിട്ട് എന്ത് ചെയ്യണം? ഒരാൾ ക്ലാസ്സിലേക്ക് കയറി വരികയാണ്. അവനാണെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് 4-5 ദിവസമായി. അവൻ്റെ അടുത്തിരിക്കാൻ വല്ല രസം ഉണ്ടാവുമോ? മുടിയൊന്നും ചീകാതെ അവൻ്റെ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യുന്നു? സ്മെല്ലടിച്ച് കുളിക്കാതെ ക്ലാസ്സിലേക്ക് ഒരുത്താൻ വന്നു. രണ്ടാമത് വന്ന ആൾ ഡെയിലി കുളിച്ച് മുടിയൊക്കെ ചീകി നല്ല പെർഫ്യൂമൊക്കെ ഉപയോഗിച്ച് വന്ന ഒരാൾ. നമ്മൾ ആരെ കൂടുതൽ ഇഷ്ടപ്പെടുക? രണ്ടാമത് വന്ന ആളെ പോലെ നമ്മൾ ഇഷ്ടപ്പെടുക. അതെന്തുകൊണ്ടാണ്? അവൻ ശുദ്ധിയുണ്ട്. അവനെല്ലാവരും എന്ത് ചെയ്യും? അവൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും ചെയ്യില്ല. മറ്റവൻ്റെ അടുത്ത് ഇരുന്നിട്ട് നമ്മൾ സ്മെല്ലടിച്ച് നമുക്ക് അവിടെ എന്ത് ചെയ്യില്ല? ഇരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ നമുക്ക് വോമിറ്റിങ് വരും. അവൻ്റെ ഡ്രസ്സിൽ നിന്നുള്ള വിയർപ്പും ശരീരത്തിൽ നിന്നുള്ള വിയർപ്പും എല്ലാം കൂടി ഡ്രസ്സിൽ പറ്റിയിട്ടുള്ള ആ ഒരു സ്മെല്ല് നമ്മളെന്ത് ചെയ്യും? വോമിറ്റിങ്, ഛർദ്ദിക്കാൻ എന്ത് ചെയ്യും? നമുക്ക് വരും. പക്ഷെ നല്ല പെർഫ്യൂം ഉപയോഗിച്ചിട്ട് വന്ന ഒരാളാണെന്നുണ്ടെങ്കിലോ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവൻ്റെ പെർഫ്യൂം ഇങ്ങനെ ഹായ് അവൻ്റെ എന്ത് നല്ലൊരു സ്മെല്ലാന്നൊക്കെ നമ്മളെന്ത് ചെയ്യും? പറയാൻ തുടങ്ങും അല്ലേ? അതാണ് ത്വഹാറത്ത് എന്ന് പറയുന്ന ശുദ്ധി എന്ന പാഠഭാഗത്തിലൂടെ നമുക്ക് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ശുദ്ധി എന്ന പാഠഭാഗത്തിലൂടെ ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തത്, ശരീരവും വസ്ത്രവും ശുദ്ധിയുള്ളതായിരിക്കണം. ശരീരവും വേണം, വസ്ത്രവും ശുദ്ധിയുള്ളതായിരിക്കണം. ഒരാളെന്ത് ചെയ്യാണ്? കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്തു? ദേഹത്ത് പൗഡറും സ്പ്രേയും കാര്യങ്ങളൊക്കെ ദേഹത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ ആഴ്ച മുതൽ ഇട്ട ഡ്രസ്സ് അവനെന്ത് ചെയ്യാണ്? ഇടുന്ന സമയത്ത് അവനടുത്ത് ആരെങ്കിലും ഇരിക്കും. കഴിഞ്ഞ ആഴ്ച മുതൽ ഇടാൻ തുടങ്ങിയ ഇന്നിപ്പോൾ 7ാമത്തെ ദിവസമാണ് ആ ഡ്രസ്സ് ഇടുന്നത്. നല്ല രസം ഉണ്ടാവൂലേ ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ? അപ്പോൾ ശരീരം മാത്രം ശുദ്ധിയായാൽ മതിയോ? അല്ല, വസ്ത്രം. ഇനി അങ്ങനെയല്ല, ഒരുത്തനെന്ത് ചെയ്യണം? അവന് കുളിച്ചിട്ടുണ്ട്, ഒരാഴ്ചയായി. അവൻ എന്നിട്ട് നല്ല ഡ്രസ്സൊക്കെ ഡെയിലി ഡ്രസ്സ് മാറ്റുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അവൻ കുളിക്കുന്നൊന്നുമില്ല. കണ്ടാൽ നല്ല ഉഷാറായി കുളിച്ച ആളെപ്പോലെ ആയിരിക്കും. പക്ഷെ അതിലും കാര്യമില്ല. അവൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു നജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം മുഴുവനായിട്ട് എന്ത് ചെയ്യും? ബാത്തിലായി പോകും. അപ്പോൾ ശരീരവും വസ്ത്രവും ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 2ാമത് ക്ലാസ്സിലേക്ക് വന്ന ആൾ നല്ല കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നല്ല പെർഫ്യൂമൊക്കെ ഉപയോഗിച്ച് വരുന്ന ആൾ. രണ്ടാമത്, വിസർജനം നടത്തിയാൽ ശുദ്ധിയാക്കണം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ക്ലാസ്സിൽ നിന്നും പല ആളുകളും ഇടയ്ക്കിടയ്ക്ക് നമ്മളെന്ത് ചെയ്യുന്നു? ക്ലാസ്സിൽ നിന്ന് യൂറിൻ പാസ് മൂത്രയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? ഇറങ്ങിപ്പോവും അല്ലേ? സാറേ, മാഡം മൂത്രയിക്കാൻ പോട്ടെ, സാറേ മൂത്രയിക്കാൻ പോട്ടെ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? പല ആളുകളും മൂത്രയിക്കാൻ പോവും. പോയി കഴിഞ്ഞാലോ അവരെന്താ ചെയ്യുന്നത്? മൂത്രമൊഴിച്ചിട്ട് കഴുകാതെ ശുദ്ധിയാക്കാതെ അവരെന്ത് ചെയ്യാണ്? ഇറങ്ങി വരുന്നു. നേരെ ഇവിടുന്ന് പോകുന്നു. ഡെയിലി അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്യണം. എന്നിട്ട് കഴുകുന്നുണ്ടോ? ഇല്ല. വിസർജനം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് പഠിക്കാത്തത് കൊണ്ടായിരുന്നു നമ്മളങ്ങനെ ചെയ്യാതിരുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അരകെന്നോ മനേകെന്നോ അല്ല ഉപ്പയുടെ കയ്യിൽ നിന്നോ അല്ല. അവരൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ ടീച്ചേഴ്സും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തർക്കും വന്ന് നോക്കാൻ കഴിയില്ലല്ലോ ആരൊക്കെ ശുദ്ധിയാക്കുന്ന ആരൊക്കെ ശുദ്ധിയാക്കാത്തതെന്ന്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മുഴുവൻ ആളുകളും നിർബന്ധമായിട്ടും മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യണം? ശുദ്ധിയാക്കണം, കഴുകണം. മൂത്രമൊഴിച്ച ഭാഗം എന്ത് ചെയ്യുക? കഴുകി എല്ലാവരും ശുദ്ധിയാക്കിയ ശേഷമാണ് വരേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ ഇനി സ്കൂളിൽ നിന്നൊക്കെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഉമ്മമാർ ശ്രദ്ധിക്കും അല്ലേ? നമ്മളോട് ശുദ്ധിയാക്കാനൊക്കെ പറയും. പക്ഷെ സ്കൂളിലാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ മൂത്രമൊഴിക്കാൻ പോട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുകയും ചെയ്യും. നമ്മളെന്ത് ചെയ്യും? ബാത്റൂമിലേക്ക് നിങ്ങളങ്ങനെ പോയി മൂത്രമൊഴിച്ച് ശുദ്ധിയാക്കാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും?
ഉപ്പമാർ നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ ആ നജസ് എന്ത് ചെയ്യും, നമ്മളറിയാതെ എന്ത് ചെയ്യും, അവരറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ വിസർജിച്ചതും കാര്യങ്ങളൊന്നും അവരറിഞ്ഞിട്ടുണ്ടാവില്ല. അവർ നിങ്ങളെ കാണുന്ന സമയത്ത് അവർ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു. അതോടുകൂടിയിട്ട് അവരെന്ത് ചെയ്യാണ്, അശുദ്ധിയുള്ളവരായിട്ട് മാറി. അങ്ങനെ അവർ നമ്മുടെ ഉപ്പമാർ പോയിട്ട് അല്ലെങ്കിൽ ഉമ്മമാർ അതേ ഡ്രസ്സിൽ എന്ത് ചെയ്യുന്നു, നമസ്കരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, വലിയ തെറ്റ് സംഭവിക്കും. നമ്മൾ കാരണം നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും അല്ലേ, നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന ഉമ്മക്കും ഉപ്പക്കും അതൊരെന്ത് ചെയ്യും, തെറ്റായി മാറും. അപ്പോൾ അതുകൊണ്ട് ഇനി ആരും അങ്ങനെ ചെയ്യരുത്. വിസർജിച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, ആ ഭാഗം ശുദ്ധിയാക്കിയിട്ട് വേണം മുഴുവൻ ആളുകളും ഇനി മുതൽ അങ്ങോട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഇടത് കൈ കൊണ്ട് ശുദ്ധിയാക്കേണ്ടത്. വലത് കൈ കൊണ്ടാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, ഭക്ഷിക്കുന്നത് അല്ലേ. ഭക്ഷിക്കുന്ന കൈ കൊണ്ട് ശുദ്ധിയാക്കാതെ ഭക്ഷിക്കാത്ത കൈ ഉണ്ടല്ലേ, ഇടത് കൈ കൊണ്ട് വിസർജനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത് കൈ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശുദ്ധിയാക്കേണ്ടത്. അടുത്തത്, നിസ്കരിക്കാൻ ശുദ്ധി വേണം. നിസ്കരിക്കാൻ ശുദ്ധി വേണമെന്ന് പറയുന്നത് നമ്മളെല്ലാ കാര്യങ്ങളിൽ നിന്നും ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ശുദ്ധി ഉണ്ടായിരിക്കണം. അവിടെ ഒന്നും നജസ് ഉണ്ടാവാൻ പാടില്ല. അതാണ് നിസ്കരിക്കാൻ ശുദ്ധി വേണമെന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ശുദ്ധിയായിരിക്കണം. നെക്സ്റ്റ്, വുളൂ, കുളി എന്നിവ ശുദ്ധീകരണത്തിൽ പെട്ടതാണ്. വുളൂ എടുക്കൽ എന്താണ്, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വുളൂ എടുക്കണം. അതാണ്, എന്നാലും എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ശുദ്ധിയാവുള്ളൂ. ചെറിയ അശുദ്ധി എന്നും വലിയ അശുദ്ധി എന്നും 2 വിധമുണ്ട്. അതിൽ പെട്ടതാണ് വുളൂ. ചെറിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം. ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ വുളൂ ചെയ്യണം. വലിയ അശുദ്ധിയാണെന്നുണ്ടെങ്കിലോ നമ്മൾ കുളിക്കുകയും വേണം. നെക്സ്റ്റ്, ശുദ്ധീകരണത്തിന് തൊഹൂറായ വെള്ളം വേണം. ശുദ്ധീകരണത്തിന് എന്ത് ചെയ്യണം, തൊഹൂറ്, തോഹിർ എന്നിങ്ങനെ 2 വിധമുണ്ട്. തൊഹൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതായിരിക്കണം. മനസ്സിലായോ? തൊഹൂർ എന്ന് പറഞ്ഞാൽ അതാണ്. തോഹിർ എന്ന് പറഞ്ഞാലോ സ്വയം ശുദ്ധി ഉണ്ടാവും, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തത്. അതായത് തൊഹൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കിണറിലെ വെള്ളം അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്വയം ശുദ്ധിയുള്ള വെള്ളമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് അത് കുടിക്കാൻ കഴിയും. പക്ഷെ അതെന്ത് ചെയ്യാൻ പറ്റും, ശുദ്ധിയാക്കാനും കഴിയും അല്ലേ. മറ്റൊന്നിൻ്റെ നമ്മളെ വസ്ത്രത്തിൽ ചളി ഉണ്ടെന്നുണ്ടെങ്കിൽ കിണറിലെ ശുദ്ധമായ വെള്ളം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ശുദ്ധിയാക്കുന്നു. എന്നാൽ കുറച്ച് നമ്മളെ വെള്ളം കുടിക്കാൻ വേണ്ടി ജ്യൂസായിരുന്നു, അത് സ്വയം ശുദ്ധിയുള്ള വെള്ളം തന്നെയാണ്, ശുദ്ധിയുണ്ട്, നമുക്ക് കുടിച്ചൂടെ, ശുദ്ധിയുള്ളതാണ് അല്ലേ. പക്ഷേ ആ ജ്യൂസ് കൊണ്ട് നമ്മൾ വസ്ത്രം ശരിയാക്കാൻ പറ്റുമോ, ഇല്ലല്ലോ. അതാ പറയുന്നത്, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതാണ് എന്തെന്ന് പറയുന്നത്, തൊഹൂറ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ശുദ്ധിയുള്ളവരെ ആരിഷ്ടപ്പെടും, അള്ളാഹു നമ്മളെ പടച്ച തമ്പുരാനായ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളെന്തായാൽ മതി, ശുദ്ധിയുള്ള ആളുകളായിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ഇഷ്ടപ്പെടുന്നതാണ്. നെക്സ്റ്റ്, കുറച്ച് വേർഡ്സ് ഉണ്ട് ഇവിടെ പറയുന്നു. എല്ലാവരും പാഠഭാഗം നോക്കും. ഇനി പാഠഭാഗം എടുക്കും, പേജ് നമ്പർ 16. തൊഹാറത്തുൻ, ഒരു 5 തവണ എഴുതണം കേട്ടോ. തൊഹാറത്തുൻ, ശുദ്ധി. എന്താ അർത്ഥം, ശുദ്ധി എന്നാണ്. മാഉൻ, വെള്ളം. ഉസ്ലുൻ, കഴുകൽ. ഹദസുൻ, ശുദ്ധി. വജ്ഹുൻ, മുഖം. യദുൻ, കൈ. റിജ്ലുൻ, കാല്. റഅസുൻ, തല. ഉദുനുൻ, ചെവി. ഇതൊന്നും കൂടി വായിക്കൂ. അത്തൊഹാറത്തും, എൻ്റെ കൂടെ ഒന്ന് വായിക്കണം കേട്ടോ. ശരീരവും വസ്ത്രവും ശുദ്ധിയുള്ളതായിരിക്കണം. വിസർജനം നടത്തിയാൽ ശുദ്ധിയാക്കണം. ഇടത് കൈകൊണ്ടാണ് ശുദ്ധിയാക്കേണ്ടത്. നിസ്കരിക്കാൻ ശുദ്ധി വേണം. വുളൂ, കുളി എന്നിവ ശുദ്ധീകരണത്തിൽപ്പെട്ടതാണ്. ശുദ്ധീകരണത്തിന് തൊഹൂറായ വെള്ളം വേണം. ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും.
ഓക്കെ, ഇൻഷാ അല്ലാ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കാണുക. ഇന്ന് ഗൂഗിൾ മീറ്റ് ഉണ്ടാവില്ല, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് എന്തെയില്ല, ഗൂഗിൾ മീറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.